സ്വൽപസ്നായുവസാഭസേകമലിനം നിർമാംസമപ്യസ്ത്യഹോ ശ്വാലബ്ധ്വാപരിദോഷമേതി ന ഭവത്യസ്യ ക്ഷുച്ഛാന്തയേ സിംഹോ ജംബുകമംഗമാഗതമഭി തെക്ത്വാ നിഹം ദിബം സർവഃ കൃച്ഛഗതോപി വാഞ്ചതി ജനസത്വാനുകൂലം ഫലം. നമസ്കാരം. പ്രഭാതകേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാദശ്രീ ചാനൽ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ചാനൽ നിലനിൽക്കുന്നതിനും കാണുന്നുണ്ട് എന്ന് എല്ലാവർക്കും ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയെല്ലാമാണ് അങ്ങനെ പറയുന്നത്. പേര് ഭർതൃഹരിയുടെ നീതിസാരത്തിലെ ശൗര്യ പദ്ധതിയിലെ 10 ശ്ലോകം. അതിലത്തെ 2ാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. ഇവിടെ സുഭാഷിത കവി സൂചിപ്പിക്കുന്നത് എന്താണ് എന്നുണ്ടെങ്കിൽ, ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു ശൗര്യം ഉള്ള വിഭാഗക്കാർ, ശൗര്യം ഒരു നല്ല ഗുണമായിട്ട് ഇവിടെ പറയുകയാണ്. യഥാർത്ഥ ശൗര്യം, ഗാംഭീര്യം, മഹത്വം ഇത് ഉള്ള ഒരാൾ ഒരിക്കലും അല്പമായിരിക്കുന്ന നേട്ടത്തിനെ കൊതിച്ച് അല്ലെങ്കിൽ അതിനു വേണ്ടിക്കൊണ്ട് തൻ്റെ മഹത്വം കുറയ്ക്കുന്നില്ല, ത്യജിക്കുന്നില്ല എന്ന് പറയുകയാണ്. നിസ്സാരമായ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാളുടെ മുമ്പിൽ തലകുനിക്കുകയോ കാലിൽ വീഴുകയോ ചെയ്യാത്തവരാണ് ശൂരന്മാരായ മഹത്തുക്കൾ എന്നാണ് ഇവിടെ വിവക്ഷ. അതിന് ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. സ്വൽപസ്നായുവസാവസേകമലിനം നിർമാംസമപ്യസ്ത്യഹോ ശ്വാലബ്ധ്വാ. ശ്വാവിനെയും സിംഹത്തിനെയും ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നു. അല്പബുദ്ധിയുള്ളവർ അല്പനേട്ടത്തിനു വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ ഏതറ്റം വരെയും താഴാൻ മടിയില്ലാത്തവരെ ശ്വാക്കളോടും ഉപമിച്ചിരിക്കുകയാണ്, ശ്വാവിനോട്. അതെന്താണ് ചെയ്യുന്നത്? വളരെ ചെറിയ ഒരു അസ്ഥി വഴിയിൽ നിന്ന് കിട്ടി എന്നുണ്ടെങ്കിൽ അത് കടിച്ച് വലിച്ച് ഉരുട്ടി വളരെ മലിനപ്പെട്ടിരിക്കും, മണ്ണ് കൂടെ പെരണ്ടിട്ട്, എങ്കിലും അതിലുള്ള ആസക്തി ഉപേക്ഷിക്കാതെ അത് ഭക്ഷിക്കാനായിക്കൊണ്ട് ശ്രമിക്കുന്നു. കാര്യമായി ഒന്നും വിശപ്പിന് കിട്ടില്ല അതിൽ നിന്ന് എന്ന് വ്യക്തമാണ്, കണ്ടറിയാലോ. എങ്കിലും ആ ആസക്തി നിമിത്തം അതിനെ കടിച്ചു വലിച്ച് വെറുതെ നുണയുന്നു, ഒന്നും കിട്ടണില്ല. പക്ഷേ സിംഹമോ, ഇവിടെ സിംഹോ ജംബുകമംഗമാഗതമഭി, തൊട്ടടുത്ത ഒരു കുറുക്കനെയാണ് ഒരു സിംഹത്തിന് കിട്ടിയത്. എങ്കിലും കുറച്ചപ്പുറത്ത് ആന ഉണ്ടെങ്കിൽ ആ ആനയെ ആക്രമിക്കാനായിരിക്കും സിംഹത്തിന് ഉത്സാഹം എന്നാണ്. കാരണം അതിൻ്റെ ഗാംഭീര്യം ഈ കുറുക്കനെ ആക്രമിക്കുന്നതിലല്ല. കൊതുവിനെ കൊന്നാൽ വല്ല മാഹാത്മ്യമുണ്ടോ? നേരെ മറിച്ച് ഒരു ദുഷ്ടമൃഗത്തിനെ കൊല്ലണം, അല്ലെങ്കിൽ ദുഷ്ടനെ കൊല്ലണം, അപ്പോഴേ അതിന് മഹത്വമുള്ളൂ. ശക്തനെ കൂടെ എതിരിട്ടാലേ മഹത്വമുള്ളൂ. ശക്തനോട് എതിരിട്ടാൽ മാത്രമേ തനിക്ക് അതിലൊരു മഹത്വമോ കേമത്വമോ ഉള്ളൂ എന്ന് കാണിക്കത്തക്ക വിധം സിംഹം എന്ത് ചെയ്യുന്നു? ആനയെ വധിക്കാൻ ശ്രമിക്കണം. തൊട്ട് മടിയിലോ തൊട്ടടുത്തോ ഒരു കുറുക്കനുണ്ട്, അതിനെ എളുപ്പത്തിൽ കൊല്ലാം സിംഹത്തിന്. പക്ഷേ അത് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താ അറിയോ? ആനയെ വധിക്കുന്നതിലാണ്. അപ്പോൾ എപ്പോഴും ഈ മഹത്വമുള്ളവർ നിസ്സാര നേട്ടത്തിന് വേണ്ടി തങ്ങളുടെ മഹത്വത്തെ കുറയ്ക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. യഥാർത്ഥ ശൗര്യവും തേജസ്സും മഹത്വമൊക്കെ ഉള്ളവർ അല്പനേട്ടത്തിൻ്റെ പിന്നാലെ പോയി തങ്ങളുടെ മഹത്വത്തെ കുറയ്ക്കാത്തവരാണ്. ഇതിൻ്റെ അടുത്ത ശ്ലോകത്തിലും ഈ ഒരു ആശയം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ആനയും പട്ടിയും കൂടി താരതമ്യം ചെയ്തിട്ടാണ് എന്നേ ഉള്ളൂ. ഇവിടെ സിംഹം ആനയാണ്. അതായത് ഈ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ആനക്കാരൻ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ആന ആ തുമ്പിക്കൈയെ കൊമ്പുമ്പിൽ കെട്ടി
ക്ഷമയോടുകൂടി ഒരുവിധ ചാബല്യങ്ങളും കാണിക്കാണ്ട് അത് ഉരുട്ടി ശരിയാക്കുന്നവരെ അവിടെ നിൽക്കണം നമ്മൾ കണ്ടിട്ടുണ്ട്. യാതൊരുവിധ ചലനോ ചാബല്യോ ബത്തപ്പാടോ കാണിക്കാതെ ഇല്ലേ. നേരെ മറിച്ച് ഒരു പട്ടിക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കണതെങ്കിലോ അത് എന്തെല്ലാം ധൃതി ചാബല്യങ്ങൾ നമ്മുടെ കാലിൻ്റെ ഇടയിൽ കൂടെ തലയിട്ടിട്ടും വാലാട്ടിയിട്ടും മേലേക്ക് ചാടിയിട്ടും ചിലപ്പോൾ ആ ഭക്ഷണം തന്നെ തട്ടിക്കളഞ്ഞു എന്ന് വരും പരാക്രമത്തിൽ. ആ ഭക്ഷണം തന്നെ അതിനുള്ള ഭക്ഷണം പോലും കാലതിൽ വെച്ച് അത് തട്ടിക്കളഞ്ഞു എന്ന് വരും. ഇത്ര പരാക്രമം അടിക്കുന്നു പട്ടി ഒരു ഭക്ഷണം കാണുമ്പോൾ. ആനയോ ക്ഷമയോടുകൂടി ഗാംഭീര്യത്തോടു കൂടി അല്ലേ അതൊക്കെ തയ്യാറാക്കുന്നത് അനങ്ങാതെ നോക്കി നിന്ന്. ചിലപ്പോൾ തുമ്പിക്കൈ ആ കൊമ്പുമ്പിൽ കെട്ടാൻ പറയും പാപ്പ, അവിടെ കെട്ടാനേന്ന്, അതവിടെ കെട്ടുന്നതാണ്. ആ പാപ്പാൻ പറഞ്ഞാലേ ഭക്ഷിക്കാനായിട്ട് തയ്യാറാവുന്നുള്ളൂ. ഒരു ധൃതിയോ ഒരുവിധ ചാബല്യമോ കാണിക്കാതെ അനുസരണത്തോടു കൂടി നിൽക്കുന്നു ആന. ആനയും പട്ടിയായിട്ട് ഒരു താരതമ്യം, സിംഹവും ആനയുമായിട്ട്, സിംഹവും പട്ടിയുമായിട്ട് ഒരു താരതമ്യം. രണ്ടിലും പട്ടി കഥാപാത്രം കോമണാണ്. അപ്പോൾ ചെറുതായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി താണ് വൃത്തി പോലും നോക്കാണ്ട് ആ അസ്ഥി കടിച്ച് വലിച്ച് ഉരുട്ടുന്ന ആ പട്ടിയും, അതേപോലെ തന്നെ ഒരു കുറുക്കനെ കിട്ടിയാൽ അത് ഉപേക്ഷിച്ച് ആനയുടെ നേരെ തിരിയുന്ന ആ സിംഹത്തിൻ്റെയും വ്യത്യാസമാണ് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മളെ പറഞ്ഞു തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ പട്ടി കാണിക്കുന്ന ചാബല്യങ്ങൾ, ആന കാണിക്കുന്ന അച്ചടക്കം, ഇതിൽ നിന്ന് യഥാർത്ഥ മഹത്വമുള്ളവർ എന്ത് കണ്ടാലും നിറകുടം പോലെ നിശ്ചലമായി അത് നോക്കിക്കാണുന്നു എന്നും, അല്പബുദ്ധികളാകട്ടെ അത് കിട്ടാൻ വേണ്ടി എന്ത് ചാബല്യവും കാണിച്ച് ഏതറ്റം വരെയും താഴുന്നു. പച്ച മലയാളത്തിൽ ഒരു ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. പക്ഷെ അത് പുലിയുടെ കാര്യം, അത് പുലിയുടെ കാര്യം. സിംഹമോ എത്ര ഗതി കെട്ടാലും സിംഹം പുല്ല് തിന്നില്ല എന്നാണ് പറയുന്നത്. ഗതി കെട്ടാലും എന്ത് വിഷമം വന്നാലും പുല്ല് തിന്നുക അത് സിംഹത്തിൻ്റെ സ്വഭാവമല്ല, പുലി മാത്രമേ തിന്നുള്ളൂ. അതന്നെ ശൈലിയാണ് കേട്ടോ. യഥാർത്ഥത്തിൽ തിന്നുന്നുണ്ടോ എന്നറിയില്ല. സിംഹം ഒരിക്കലും ഗതി കെട്ടാലും പുല്ല് തിന്നുന്നില്ല. അപ്പം യഥാർത്ഥ ഗാംഭീര്യമുള്ളവർ ആ ഗാംഭീര്യത്തെ ഒരു സാഹചര്യത്തിലും ഉപേക്ഷിക്കാൻ തയ്യാറാവാണ്ട്, നമ്മൾ പച്ച മലയാളത്തിൽ വേറൊരു ശൈലി വരെ ഉപ്പ് വിറ്റാലും കൊട്ട വിൽക്കില്ല. എന്താ അർത്ഥം? എല്ലാ അഭിമാനം പോയാലും തൻ്റെ വ്യക്തിത്വമോ മാന്യതയോ കളഞ്ഞ് ഒരാളുടെ മുമ്പിൽ താഴെ വില കുറഞ്ഞ ഒരു രീതിയിൽ ജീവിക്കുകയോ, അന്തസ്സും ആഭിജാത്യവും അല്ല, അഭിജാത്യം എന്ന് പറഞ്ഞാൽ ആ ബാഹ്യരർത്ഥത്തിലല്ല പറയണത്, മഹത്വം യഥാർത്ഥത്തിലുള്ളവർ താഴ്ന്ന് ജീവിക്കാനോ അവരുടെ മഹത്വം മറ്റൊരാളുടെ മുമ്പിൽ ബലികഴിക്കാനോ തയ്യാറാവുന്നില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടെ ഭർതൃഹരി നമ്മളെ ബോധിപ്പിക്കുന്നത്. സ്വൽപസ്നായുവസാവസേകമലിനം നിർമാംസമപ്യസ്ത്യഹോ ശ്വാലധ്വാ പരിതോഷമേതി ന ഭവത്യസ്യ ക്ഷുച്ഛാന്തയേ സിംഹോ ജംബുകമംഗമാഗതമഭി തെക്ത്വാ നിഹംദിദ്ദിപം സർവകൃച്ഛഗതോപി വാഞ്ചതി ജന സത്വാനുകൂലം ഫലം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.